Good morning, my dears. Today our topic measurement of capacity. Then operations management third chapter then capacity planning എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Then what is meant by capacity? Capacity is the amount of goods that a firm is capable of producing or provide services over a specified period of time. ഒരു പർട്ടിക്കുലർ പീരീഡിലെ ഒരു ഫേമിന് എത്രമാത്രം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുന്നതിൻ്റെ കപ്പാസിറ്റിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഫേമിൻ്റെ ക്യാപ്പബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കപ്പാസിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് ഗുഡ്സ് ദാറ്റ് എ ഫേം ഈസ് capable of producing or providing സർവീസ് ഓവർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. ഒന്നുകിൽ ആ ഫേം ഓഫർ ചെയ്യുന്ന പ്രോഡക്റ്റുകളോ അതുമല്ലെങ്കിൽ ആ ഫേം പ്രൊവൈഡ് ചെയ്യുന്ന ചില സർവീസസോ എത്രമാത്രം സർവീസസ് പ്രൊവൈഡ് ചെയ്യും, ഒരു ദിവസം എത്രമാത്രം കസ്റ്റമേഴ്സിന് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ രീതിയിൽ നമ്മളതിനെ കണക്കാക്കുന്നതിനെയാണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ആ ഫേമിൻ്റെ ക്യാപ്പബിലിറ്റിയാണ് നമ്മൾ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി എത്രയാണ്, ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സീറ്റിംഗ് കപ്പാസിറ്റി എത്രയാണ്, ഒരു തിയേറ്ററിലാണെങ്കിൽ നമുക്ക് ഒരു ഫിലിം കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സീറ്റിംഗ് കപ്പാസിറ്റി. ഇനി ഒരു ഹോട്ടലോ റെസ്റ്റോറൻറ്റോ ഒക്കെ ആണെങ്കിൽ അവിടുത്തെ ഡൈനിങ് സീറ്റിംഗ് കപ്പാസിറ്റി എടുക്കാം. ഇനിയൊരു കാർ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ അവരുടെ അസംബ്ലിംഗ് പ്രോസസ്സിൽ എത്ര യൂണിറ്റുകൾ അവർ അസംബിൾ ചെയ്തെടുക്കും, അല്ലെങ്കിൽ എത്ര യൂണിറ്റ് കാറോ എന്താ വെച്ചാൽ അത് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതായത് ഒരു ഫാക്ടറിയിൽ എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഫേമിൻ്റെ അത് ഓഫർ ചെയ്യുന്നതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ദെൻ അവിടെ കപ്പാസിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് ഗുഡ്സ് ദാറ്റ് എ ഫേം ഈസ് capable of producing or providing services over a specified period of time. That is also called as capacity. Then ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ടോപ്പിക് എന്തായിരുന്നു, what is meant by types of capacity. Types of capacity design capacity or maximum capacity, the next one is effective capacity, then last one is that is actual capacity. What are the different types of capacity? തൊട്ട് മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ദാറ്റ് ഈസ് ഡിസൈൻ കപ്പാസിറ്റി ഓർ മാക്സിമം കപ്പാസിറ്റി. അതായത് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ കപ്പാസിറ്റിയാണ് നമ്മുടെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇഫക്റ്റീവ് എന്ന് പറയുന്നത് എത്രമാത്രം ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള തന്നെ ഇഫക്റ്റീവ് കപ്പാസിറ്റി എന്നും. അതേപോലെ തന്നെ ദെൻ ലാസ്റ്റ് നമ്മൾ പറയുന്നത് ആക്ച്വൽ കപ്പാസിറ്റി. ഇനി നമ്മളോട് ചോദിക്കുന്നത് നെക്സ്റ്റ് വൺ ഈസ് മെഷർമെൻറ്റ് ഓഫ് കപ്പാസിറ്റി. അപ്പോൾ ഇതിൽ എത്രമാത്രമാണ് അതിൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റി എന്ന് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഏതൊക്കെ മെത്തേഡിലൂടെയാണ് നമുക്കത് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുക. ദ കപ്പാസിറ്റി ക്യാൻ ബി മെഷേർഡ് ഓൺ ദി ടു മെഷേഴ്സ്. ഫസ്റ്റ് വൺ ഈസ് ഔട്ട്പുട്ട് മെഷേഴ്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻപുട്ട് മെഷേഴ്സ്. ദെൻ ഇവിടെ നമുക്ക് കപ്പാസിറ്റി പ്ലാനിങ്ങിൽ മെഷർമെൻറ്റ് ഓഫ് കപ്പാസിറ്റി മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് output measure and second one is input measure. Output measure and input measure. First one is output measure and second one is input measure. Input measure. Then there is no universally accepted way to measure capacity. Most systems measure capacity in terms of output. അതായത് യൂണിവേഴ്സലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. There is no universally accepted way to measure capacity. Most systems measure capacity in terms of output. മിക്കവാറും നമ്മൾ ശരിക്കും അതിൻ്റെ ആ ഒരു ഫേമിൻ്റെ കപ്പാസിറ്റി മനസ്സിലാക്കുന്നത് മാക്സിമം എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഓൺ ദി ബേസിസ് ഓഫ് ഔട്ട്പുട്ട്. ബട്ട് ഇൻ സെർട്ടൻ അതർ കേസസ് ദ ഇൻപുട്ട് മെഷർമെൻറ്റ് പ്രൊവൈഡ് ബെറ്റർ ഡിസ്ക്രിപ്ഷൻ ഓഫ് കപ്പാസിറ്റി ഓഫ് എ സിസ്റ്റം. അതായത് ഇപ്പോൾ ഒരു ഫേമിൻ്റെ കപ്പാസിറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് രണ്ട് രീതികളുണ്ട്. ഒന്നുകിൽ ഔട്ട്പുട്ട് മെഷർമെൻറ്റും അല്ലെങ്കിൽ മറ്റൊന്ന് ഇൻപുട്ട് മെഷർമെൻറ്റുമാണ്. The unit of measure also varies from situation to situation. For example, a cotton picker plant measures manufacturing output in terms of tons shipped. This is because they can easily measure the output by the number of cotton pickers shipped. അതായത് നമുക്ക് വേണമെങ്കിൽ ചിലത് വളരെ പെട്ടെന്ന് തന്നെ കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, എത്രമാത്രം കോട്ടൺ നമുക്ക് കയറ്റി അയക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്കതിനെ കൺവേ ചെയ്യാൻ പറ്റും. ടു അണ്ടർസ്റ്റാൻഡ് ദ കപ്പാസിറ്റി ഡെഫിനിഷൻ പ്രോബ്ലം വി ക്യാൻ ലുക്ക് അറ്റ് ദ കോളേജ് സിറ്റുവേഷൻ. കപ്പാസിറ്റി ഓഫ് എ കോളേജ് ഈസ് ഡിഫൈൻഡ് ബൈ നമ്പർ ഓഫ് ടീച്ചേഴ്സ്, number of teachers, classroom space, or the demand for courses,
Let us assume for the time being that is faculty agrees to teach anywhere, anytime. Then the capacity of the college can defined by the number of class times, classrooms and size of the classroom. അവിടെ നമുക്ക് ഒരു കോളേജിൻ്റെ എത്രമാത്രം സ്റ്റുഡൻസിന് പഠിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ അവൈലബിലിറ്റി, ക്ലാസ് റൂം ഫെസിലിറ്റീസ്, സൈസ് ഓഫ് ദ ക്ലാസ് റൂം, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കപ്പാസിറ്റി മെഷർ ചെയ്യാനായിട്ട് സാധിക്കുക. The time period used to define capacity is also important. In fast changing market, the ability of a firm to meet peak demand rate is more important, and not the total daily demand. Peak period capacity is more important in many service industries where demand cannot be postponed. Similarly, in a fast changing stock market, a delay in executing a stock transaction may result huge loss. The same situation can also apply with the generation of electricity, since it cannot be stored. In both situations, the measurement of capacity must be internally consistent with the strategy of the firm to serve customers. അതായത് ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മാസം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ കപ്പാസിറ്റി പ്ലാനിങ് ഒരു മാസം എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, ഒരു മണിക്കൂർ കൊണ്ട് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, ഡെയിലി എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ടൈമിന് വളരെയധികം പ്രാധാന്യം ഏതിലുണ്ട്, കപ്പാസിറ്റി പ്ലാനിങ്ങിലുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ടോപ്പിക് എന്താണ്, മെഷർമെൻറ്റ് ഓഫ് കപ്പാസിറ്റി. കപ്പാസിറ്റി മെഷർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. യൂണിവേഴ്സിറ്റി എല്ലായിടത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ് അതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ശരിയല്ല. പല ഏരിയാസിലും നേച്ചർ ഓഫ് ബിസിനസ് അനുസരിച്ച്, നേച്ചർ ഓഫ് കൺസേൺ അനുസരിച്ച് അതിൻ്റെ കപ്പാസിറ്റി മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഒരു കോളേജിൻ്റെ കപ്പാസിറ്റി, നമ്പർ ഓഫ് സ്റ്റുഡൻസും ക്ലാസ് റൂംസും ടീച്ചേഴ്സിൻ്റെ അവൈലബിലിറ്റിയും ടീച്ചിങ് അതെല്ലാം നോക്കിയിട്ടാണ് എത്ര സ്റ്റുഡൻസിന് പഠിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സിനാണ് ഡിമാൻഡ് എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, അവിടുത്തെ കപ്പാസിറ്റി മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിലൊക്കെയാണ് ഹോസ്പിറ്റൽ ബെഡുകളൊക്കെ കൗണ്ട് ചെയ്ത് എത്ര പേഷ്യൻസിന് അഡ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ഔട്ട് പേഷ്യൻസിന് എത്രമാത്രം ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ഒരു ദിവസം എത്ര അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ കൊണ്ട് എത്ര ഔട്ട് പേഷ്യൻസിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നമ്മൾ പറയുന്നതിനെയാണ് അവിടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ കപ്പാസിറ്റി കൊണ്ടുണ്ടാകുന്ന പ്രാധാന്യം എന്ന് പറയുന്നത് എന്താ, ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ, ശരിയായിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, ആ ഫേമിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലേ, ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഇതിന് പിറകിലുണ്ട്, കപ്പാസിറ്റി പ്ലാനിങ്ങിന് പിറകിലുണ്ട്. ഞാൻ ഫസ്റ്റ് പോയിൻ്റ് ഈസ് ഔട്ട്പുട്ട് മെഷേഴ്സ്. എന്താണ്, അപ്പോൾ രണ്ട് രീതിയിൽ ദസ് കപ്പാസിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ 2 ഡിഫറെൻറ്റ് വേയ്സ്. രണ്ട് രീതിയിൽ നമുക്ക് കപ്പാസിറ്റി മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഫസ്റ്റ് വൺ ഈസ് ഔട്ട്പുട്ട് മെഷേഴ്സ്, സെക്കൻഡ് വൺ ഈസ് ഇൻപുട്ട് മെഷേഴ്സ്. അപ്പോൾ കപ്പാസിറ്റി നമുക്ക് ഏതൊക്കെ രീതിയിൽ മെഷർ ചെയ്യാം, ഫസ്റ്റ് വൺ ഈസ് ഔട്ട്പുട്ട് മെഷേഴ്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻപുട്ട് മെഷേഴ്സ്. ഫസ്റ്റ് വൺ ഈസ് ഔട്ട്പുട്ട് മെഷർ. എങ്ങനെയാണ് നമുക്ക് കപ്പാസിറ്റി മെഷർ ചെയ്യാം? ഫസ്റ്റ് വൺ ഈസ് ഔട്ട്പുട്ട് മെഷേഴ്സ്. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെഷർ ഓഫ് കപ്പാസിറ്റി ഈസ് ദ റേറ്റ് ഓഫ് ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് ടൈം. അതായത് എത്ര യൂണിറ്റ്, ഇത്ര സമയത്തിനുള്ളിൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നതിൻ്റെ ഔട്ട്പുട്ട് നോക്കിക്കൊണ്ട് നമുക്ക് കപ്പാസിറ്റി മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ദ യൂണിറ്റ് ഓഫ് മെഷർ ഷുഡ് ബി കോമൺ ടു ദ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ്ഡ്. Units per week, tons per month are the examples of this type of measurement. It is easy to define capacity if a company produces one type of product. For example, in a fertilizer manufacturing company, we can measure the capacity in terms of tons of fertilizer per day or per week or per month. ഒരു ഫെർട്ടിലൈസർ മാനുഫാക്ചറിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ഒരു ദിവസം എത്ര യൂണിറ്റ് ഫെർട്ടിലൈസർ പ്രൊഡ്യൂസ് ചെയ്യും, അതുമല്ലെങ്കിൽ ഒരു ആഴ്ചയിലോ അല്ലെങ്കിൽ ഒരു മാസത്തിലോ എത്രമാത്രം ഫെർട്ടിലൈസർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിളിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഔട്ട്പുട്ട് നോക്കിക്കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ ഇറ്റ് ഈസ് കമ്പയർഡ് വിത്ത് ടൈം. അവിടെ നമുക്കൊരു ആക്ച്വൽ മെഷർമെൻറ്റ് ഉണ്ടായിരിക്കണം, ടൈം ഉണ്ടായിരിക്കണം. ആ ടൈമുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് കണക്കാക്കിയിരിക്കണം. അതാണ് ഫസ്റ്റ് പറയുന്നത് ഔട്ട്പുട്ട് മെഷേഴ്സിലെ. ഇൻ എ ഫെർട്ടിലൈസർ മാനുഫാക്ചറിങ് കമ്പനി വി ക്യാൻ മെഷർ ദ കപ്പാസിറ്റി ഇൻ ടേംസ് ഓഫ് ടൺസ് ഓഫ് ഫെർട്ടിലൈസർ പെർ ഡേ ഓർ പെർ വീക്ക് ഓർ പെർ മന്ത്. However, this type of capacity measurement is not useful in the company produces multiple products, as the amount of customization and variety in the product mix increases. Output based capacity measure become less useful.
Output measures are best useful when the firms provide relatively smaller number of standardized products and services, or when such measures are applied to individual processes within the overall firm. അതായത് ഏറ്റവും മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്തിരുന്ന മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് മെഷർമെൻറ്റിനെയാണ്. എങ്കിൽ കൂടെ ഈ ഔട്ട്പുട്ട് മെഷർമെൻറ്റിനോടൊപ്പം തന്നെ പലപ്പോഴും പ്രോഡക്റ്റ് മിക്സിലുണ്ടായിരിക്കുന്ന വേരിയേഷൻ എന്ന് പറയാം. പ്രോഡക്റ്റ് മിക്സിലുണ്ടായിരിക്കുന്ന വേരിയേഷൻ എന്ന് പറയുന്നത് ഒന്നുകൂടെ കൂടുതൽ പ്രോഡക്റ്റുകൾ നമുക്കതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റുകൾ നമുക്ക് അത് സ്റ്റാൻഡേർഡൈസ് ചെയ്തുകൊണ്ട് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്ന എത്രയാണ്, അല്ലെങ്കിൽ അത് കണക്കാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഒരേപോലത്തെ പ്രോഡക്റ്റുകളൊക്കെയാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒന്നുകൂടെ നമുക്കത് ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ then ഇവിടെ as the amount of customization and variety in the product mix increases, output based capacity measures become less useful. Output measures are best useful when the firm provides a relatively small number of standardized products and services, or when such measures are applied to individual processes within the overall firm. In the case of plastic goods manufacturing unit, it is not reasonable to define the capacity as the weight of the processed output or number of plastic goods until produced during a period. This would not be accurate because the number will differ according to the mix of the product being made. A change in product mix will usually mean a change in capacity also. If there are variety of plastic goods coming in different shape, size, number may not be എ ഗുഡ് മെഷർ. ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെന്ന് വെച്ചാൽ അതും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായതുകൊണ്ട് ഇപ്പം നമുക്കറിയാലോ ഒരുപാട് പ്ലാസ്റ്റിക് പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പലതിൻ്റെ ഷേപ്പ് വ്യത്യാസമാണ്, കളറിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആയാലും പാക്കറ്റുകളാണ്, എല്ലാത്തിലും വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഔട്ട്പുട്ട് നോക്കിക്കൊണ്ട് നമുക്കത് തീരുമാനിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് പ്രോസസ്സാണെന്ന് പറയുന്നു. അപ്പോൾ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ആ ഫേമിൻ്റെ കപ്പാസിറ്റി മനസ്സിലാക്കാം. അതേസമയം ഇൻപുട്ട് നോക്കിക്കൊണ്ട് നമുക്കതിൻ്റെ കപ്പാസിറ്റി മനസ്സിലാക്കാം. ദെൻ സെക്കൻഡ് വൺ ഈസ് ഇൻപുട്ട് മെഷേഴ്സ്. ഇനി ഇൻപുട്ട് മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് അത് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. ഇൻപുട്ട് മെഷേഴ്സിലെ കപ്പാസിറ്റി ക്യാൻ ഓൾസോ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് യൂണിറ്റ് ഓഫ് ഇൻപുട്ട് ആസ് ദർ സം ലിമിറ്റേഷൻസ് ടു ഡിഫൈൻ കപ്പാസിറ്റി ഇൻ ടേംസ് ഓഫ് ഔട്ട്പുട്ട്. ദെൻ ഔട്ട്പുട്ട് മെഷർമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്യാൻ പറ്റാത്ത കപ്പാസിറ്റി ചില സിറ്റുവേഷൻസിൽ ഇൻപുട്ട് മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്യാറുണ്ട്. ദറ്റ് ഈസ് ദിസ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ സർവീസ് ഓർഗനൈസേഷൻ. ഇത് സാധാരണ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസാണ് നമ്മളിങ്ങനെ ചെയ്യാറുള്ളത്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് the ability to meet demand of customers depend on the resources or facilities available. The number of seats available in bus is an example of unit measurement of service organization. അതായത് സർവീസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം സർവീസ് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽസിലാണെങ്കിൽ എത്ര ബെഡ് ഉണ്ട്, എത്ര പേഷ്യൻസിനെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അതുപോലെ തന്നെ ബസ്സിലാണെങ്കിൽ അവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റി നമുക്ക് നോക്കിയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എത്രയാണ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ദെൻ അവിടെ പറയുന്നത് ഇൻപുട്ട് മെഷേഴ്സ് ആർ ജനറലി യൂസ്ഡ് ഫോർ ലോ വോള്യൂം ആൻഡ് ഫ്ലെക്സിബിൾ പ്രോസസ്സേഴ്സ്. ഇൻ മെഷീൻ ഷോപ്പ് കപ്പാസിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ മെഷീൻ അവേഴ്സ് ഓർ നമ്പർ ഓഫ് മെഷീൻസ്. ഇറ്റ് always expressed as output rate must be converted to input measure. This conversion is required to compare demand requirement and capacity on equivalent basis. Capacity then may be measured in terms of input or output of the conversion process. However, converting demand into output measure may be quite difficult. Generally, capacity is most frequently viewed as the amount of output that a system is capable of achieving over a specific period of time. ദെൻ നമുക്കവിടെ വേണമെങ്കിൽ കപ്പാസിറ്റി മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഇൻപുട്ട് ഉപയോഗിച്ചുകൊണ്ടോ അതുമല്ലെങ്കിൽ ഔട്ട്പുട്ട് വെച്ചുകൊണ്ടോ നമുക്ക് കപ്പാസിറ്റി മെഷർ ചെയ്യാനായിട്ട് സാധിക്കണം. If a company produces a single product or producing identical product, capacity can be measured in terms of number of unit output per unit of time. Thus, a computer manufacturer can define his capacity in terms of thousands computer system produced per month. അതായത് ശരിയായിട്ടുള്ള രീതിയിൽ ഒരേപോലെയുള്ള പ്രോഡക്റ്റുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും ഒരു മാസം ഇത്ര യൂണിറ്റ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറയാനായിട്ട് സാധിക്കും. അറ്റ് ദ സെയിം ടൈം ഇറ്റ് മച്ച് കോംപ്ലക്സ് ടു മെഷർ കപ്പാസിറ്റി വെൻ കമ്പനി പ്രൊഡ്യൂസസ് മൾട്ടിപ്പിൾ പ്രോഡക്റ്റ് ഷെയറിങ് സം കോമൺ ഫെസിലിറ്റീസ്. അതായത് എന്നാൽ
ഒരേപോലെയല്ലാത്ത ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ ഉപയോഗപ്പെടുന്ന ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു പ്ലാസ്റ്റിക് മാനുഫാക്ചറിംഗ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ ഉപയോഗപ്പെടുത്തുന്നതെല്ലാം തന്നെ കോമൺ ഫെസിലിറ്റീസാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദെൻ അവിടെ അതിൻ്റെ ഔട്ട്പുട്ട് വെച്ചുകൊണ്ട് നമുക്കതിൻ്റെ കപ്പാസിറ്റി മെഷർ ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. These different measures of capacity are useful in defining two measures of system effectiveness, efficiency and utilization. Efficiency is the ratio of actual output to effective capacity. Utilization is the ratio of actual output to design capacity. അതായത് ഇത്തരത്തിലുള്ള capacity defined as the maximum possible output or use from a system under normal design or planned condition in given time period. അവിടെ capacity എന്ന് പറയുന്നത്, capacity is defined as maximum possible output or use, എത്രമാത്രം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, or use from a system under normal design, നോർമൽ സിറ്റുവേഷൻസിൽ എത്രമാത്രം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, or planned conditions in given period. Then these different measures of capacity are useful in defining two measures of system effectiveness. അതായത് ഈ സിസ്റ്റം ഇഫക്റ്റീവ് ആവണമെങ്കിൽ രണ്ട് തരത്തിലുള്ള ടെക്നിക്സാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് എഫിഷ്യൻസിയും അതുപോലെ തന്നെ മറ്റൊന്ന് യൂട്ടിലൈസേഷനുമാണ്. അതായത് ഈ രണ്ട് മെഷർമെൻറ്റിനും അതിൻ്റേതായിട്ടുള്ള മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ട്. ഔട്ട്പുട്ട് മെഷേഴ്സ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഐഡൻറ്റിക്കൽ ആയിരിക്കണം, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് മെഷേഴ്സ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ചില സിറ്റുവേഷൻസ് ഇൻപുട്ട് മെഷേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് സർവീസ് സെക്ടേഴ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇൻപുട്ട് മെഷേഴ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് പല സിറ്റുവേഷൻസിലും ചിലപ്പോൾ ഇൻപുട്ടിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ട് നോക്കിയിട്ട് നമുക്ക് അത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. Different measures of capacity are useful in defining two measures of system effectiveness. That is, first one efficiency and utilization. രണ്ട് തരത്തിലുള്ള ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്, എഫിഷ്യൻസി ആൻഡ് യൂട്ടിലൈസേഷൻ. എഫിഷ്യൻസി ആൻഡ് യൂട്ടിലൈസേഷൻ. ദെൻ എഫിഷ്യൻസി മീൻസ്, അവിടെ എഫിഷ്യൻസി നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക, വളരെ എഫക്റ്റീവായിട്ട് എഫിഷ്യൻസി. Efficiency is equal to, that is actual output divided by effective capacity. അപ്പോൾ അതെങ്ങനെ പറയാം, എഫിഷ്യൻസി എന്ന് പറയുന്നത് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇഫക്റ്റീവ് കപ്പാസിറ്റി. Utilization is equal to actual output, that is divided by design capacity. ഡിസൈൻ കപ്പാസിറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. വാട്ട് ഈസ് മീൻ ബൈ ഡിസൈൻ കപ്പാസിറ്റി എന്നുള്ളതാണ്. ഡിസൈൻ കപ്പാസിറ്റി ഈസ് ഓൾസോ കോൾഡ് ആസ് മാക്സിമം കപ്പാസിറ്റി, അല്ലേ? ഈ ഡിസൈൻ കപ്പാസിറ്റിയെ നമ്മൾ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം മെഷർമെൻറ്റ് ഓഫ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ദെൻ എത്ര യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ആ ഫേമിൻ്റെ ക്യാപ്പബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ കപ്പാസിറ്റി മെഷർ ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഔട്ട്പുട്ട് മെഷർമെൻറ്റ്, സെക്കൻഡ് വൺ ഈസ് ഇൻപുട്ട് മെഷർമെൻറ്റ്. ഔട്ട്പുട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കപ്പാസിറ്റി മെഷർ ചെയ്യാനായിട്ട് സാധിക്കും, അതേപോലെ തന്നെ ഇൻപുട്ട് ഉപയോഗിച്ചുകൊണ്ട് കപ്പാസിറ്റി മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഔട്ട്പുട്ട് മെഷർമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ പ്രോഡക്റ്റ് ആയിരിക്കണം. സ്റ്റാൻഡേർഡൈസ്ഡ് അതായത് ഒരേപോലെ ഐഡൻറ്റിക്കൽ നേച്ചറിലുള്ള പ്രോഡക്റ്റുകളെയാണ് നമുക്ക് ഔട്ട്പുട്ട് മെഷർമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കാം. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് മെഷർമെൻറ്റ് ഉപയോഗിക്കാം. ദെൻ 10 യൂണിറ്റ് പെർ മന്ത്, 15 യൂണിറ്റ് പെർ ഡേ എന്നൊക്കെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ അസംബിളിങ് യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം 100 കമ്പ്യൂട്ടേഴ്സ് ആർ അസംബിൾഡ് പെർ മന്ത് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഔട്ട്പുട്ട് മെഷർമെൻറ്റാണ്. അത് ഒരേപോലെയുള്ളതാണ്, ഐഡൻറ്റിക്കൽ പ്രോഡക്റ്റാണ്, സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്റ്റാണ്. അത്തരം സിറ്റുവേഷനിൽ നമുക്ക് ഏത് മെഷർമെൻറ്റ് ഉപയോഗിക്കാം, ദറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ഔട്ട്പുട്ട് മെഷർമെൻറ്റ് ഉപയോഗിക്കാം. ദെൻ സെക്കൻഡ്ലി ഇൻപുട്ട് മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫേമിൻ്റെ കപ്പാസിറ്റി, ഞാൻ ആദ്യമേ പറഞ്ഞു
ഇൻപുട്ട് സെക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ദ നമ്പർ ഓഫ് സീറ്റ്സ് അവൈലബിൾ ഇൻ എ ബസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് സർവീസ് ഓർഗനൈസേഷൻ. ഏറ്റവും കൂടുതൽ ഇൻപുട്ട് മെഷർമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് കപ്പാസിറ്റി മെഷർ ചെയ്യണമെങ്കിൽ നമ്മളവിടെ എന്താ ഉപയോഗിക്കുക? സർവീസ് സെക്ടേഴ്സിലാണ് ഇത് ഉപയോഗിക്കാറുള്ളത്, ഇൻപുട്ട് മെഷേഴ്സ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അത് രണ്ടും ക്ലിയറായി. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള മെറിറ്റ്സും അതേപോലെ തന്നെ ഡീമെറിറ്റ്സും ഉണ്ട്. ദെൻ ഫസ്റ്റ് വൺ പറയുന്നത് ദറ്റ് ഈസ് ഔട്ട്പുട്ട് മെഷർമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാൻഡേർഡൈസ് അല്ലെങ്കിൽ അത് നമുക്ക് ഈക്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇൻപുട്ട് മെഷർമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദെൻ ഇത്തരത്തിൽ ബസ്സിലുള്ള സീറ്റ്സ്, തിയേറ്ററിലെ സീറ്റ്സ്, ഇതൊക്കെയാണ് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുക. ഇനി നമ്മൾ ഒരു സ്ഥാപനത്തിൻ്റെ ഐഡൻറ്റിക്കൽ അല്ലാതൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ശരിക്കും അത് മെഷർ ചെയ്യാനായിട്ട് രണ്ട് മെഷേഴ്സാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒന്ന് എഫിഷ്യൻസി മെഷേഴ്സും മറ്റൊന്ന് യൂട്ടിലൈസേഷൻ മെഷേഴ്സുമാണ്. ദെൻ ദീസ് ഡിഫറെൻറ്റ് മെഷേഴ്സ് ഓഫ് കപ്പാസിറ്റി ആർ യൂസ്ഫുൾ ഇൻ ഡിഫൈനിങ് ടു മെഷേഴ്സ് ഓഫ് സിസ്റ്റം ഇഫക്റ്റീവ്നെസ്. രണ്ട് തരത്തിലുള്ള ഈ സിസ്റ്റം ഇഫക്റ്റീവ് ആണെങ്കിൽ രണ്ട് മെഷേഴ്സാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ദറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് എഫിഷ്യൻസി ആൻഡ് സെക്കൻഡ് വൺ ഈസ് utilization. Efficiency and utilization. What is meant by efficiency? Efficiency is the ratio of actual output divided by effective capacity. അതായത് ആ സ്ഥാപനത്തിൽ വളരെ അതിൻ്റെ എഫിഷ്യൻസി മനസ്സിലാക്കുക എന്നുള്ളതാണ്. എഫിഷ്യൻസി മനസ്സിലാക്കണമെങ്കിൽ അവിടെ ഇഫക്റ്റീവ് കപ്പാസിറ്റി അറിയണം. നമ്മൾ മുൻപ് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിരുന്നത് എന്താ? ഒരു ദിവസം ഒരു 100 യൂണിറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് എസ് എ ഡിസൈൻ കപ്പാസിറ്റിയാണ്, അല്ലേ? ഡിസൈൻ കപ്പാസിറ്റി മൂന്ന് തരത്തിലുള്ള വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റീസ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് ഡിസൈൻ കപ്പാസിറ്റി ഓർ മാക്സിമം കപ്പാസിറ്റി. ദെൻ സെക്കൻഡ് വൺ ഈസ് ഇഫക്റ്റീവ് കപ്പാസിറ്റി ആൻഡ് തേർഡ് വൺ ഈസ് ആക്ച്വൽ കപ്പാസിറ്റി. മൂന്ന് കപ്പാസിറ്റീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്. അതിൽ ഡിസൈൻ കപ്പാസിറ്റി ഓർ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ കാപ്പബിലിറ്റി ഓഫ് എ ഫേം ടു പ്രൊഡ്യൂസ് മാക്സിമം ഔട്ട്പുട്ട് പെർ ഡേ, അല്ലേ? ഒരു ദിവസം ആ സ്ഥാപനത്തിന് എത്രത്തോളം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, ആ സ്ഥാപനത്തിൻ്റെ മാക്സിമം കപ്പാസിറ്റിയാണ് അവിടെ എന്ത് പറയുന്നത്? ഡിസൈൻ കപ്പാസിറ്റി ഓർ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്. പക്ഷേ നമ്മളങ്ങനെ മുഴുവൻ കപ്പാസിറ്റി യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ ഉണ്ടാകാവുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുമോ? എന്താ ഉണ്ടാവുക? അവിടുത്തെ മാൻ പവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം, മെഷീൻ പവർ യൂട്ടിലൈസ് ചെയ്യണം, അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് യൂട്ടിലൈസ് ചെയ്യണം. എല്ലാം ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീനറീസൊക്കെ ബ്രേക്ക് ഡൗൺ ആവും, മെയിൻ്റനൻസ് കൂടും, എക്സ്പെൻസ് വീണ്ടും കൂടാനായിട്ട് കാരണമാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല? മാക്സിമം കപ്പാസിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്യില്ല. അപ്പോൾ നമ്മളവിടെ ചെയ്യുന്നത് എന്താണ്? ഇപ്പോൾ നമുക്കൊരു ദിവസം 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ട് വെച്ചാൽ 10% കുറച്ച് ഒരു 90% നമ്മൾ എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ അപ്പോൾ 100 യൂണിറ്റിന് 19% എന്ന് പറയുമ്പോൾ 90 യൂണിറ്റൊക്കെ നമുക്കൊരു അവിടെ ഇഫക്റ്റീവ് കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ ആ കപ്പാസിറ്റീസിൻ്റെ വ്യത്യാസം അത്രയേ ഉള്ളൂ. അതായത് മാക്സിമം എല്ലാ എഫർട്ടും എടുത്തുകൊണ്ട് എല്ലാ ഇൻപുട്ട് റിസോഴ്സസും ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാവുന്ന കപ്പാസിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസൈൻ കപ്പാസിറ്റി ഓർ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്, അല്ലേ? ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തോ? അപ്പം മാക്സിമം കപ്പാസിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? മെഷീൻ ബ്രേക്ക് ഡൗൺ ആവും, മാൻ പവർ അവിടെ ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അവർ ക്ഷീണിതരാകും. അത്രമാത്രം നമുക്ക് ആ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. റോ മെറ്റീരിയൽസ് മാക്സിമം ദെൻ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ദെൻ കൂടും മെയിൻ്റനൻസ് കോസ്റ്റുകളൊക്കെ കൂടും. മെഷീനറീസൊക്കെ വേഗം വേഗം കേടുവരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടും. അപ്പോൾ അതുകൊണ്ട് മുഴുവൻ കപ്പാസിറ്റിയും ഉപയോഗിക്കില്ല. അതിനെയാണ് നമ്മൾ ഡിസൈൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. മുഴുവൻ കപ്പാസിറ്റി ഉപയോഗിക്കില്ല. ഒരു 13% കുറച്ചുകൊണ്ട് ഒരു 19% ഒക്കെയാണ് നമ്മൾ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇഫക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയാം, അല്ലേ? അപ്പോൾ മാക്സിമം കപ്പാസിറ്റി ഡിസൈൻ കപ്പാസിറ്റി. ദെൻ അതിനേക്കാളും കുറവായിരിക്കും ഏത്? രണ്ടാമത് പറയുന്ന ഇഫക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതിനേക്കാളും കുറവായിരിക്കും ഏത്? ചിലപ്പോൾ ആക്ച്വൽ കപ്പാസിറ്റി. ആക്ച്വൽ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഇഫക്റ്റീവായിട്ട് 90 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ചിലപ്പോൾ 80 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 85 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ, ചിലപ്പോൾ 95 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അതായത് അവിടെ ആക്ച്വൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇഫക്റ്റീവ് കപ്പാസിറ്റിയേക്കാളും കൂടുകയോ കുറയുകയോ ചെയ്യാം. കണ്ടോ? ആ 90ന് മുകളിലേക്ക് പോവുകയോ കുറയുകയോ ചെയ്യാം. പക്ഷേ മാക്സിമം കപ്പാസിറ്റിയിലേക്ക് എത്തുകയും ചെയ്യും. ഇതാണ് അവിടെ ആക്ച്വൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഏതൊക്കെ അറിയാം? ഡിസൈൻ കപ്പാസിറ്റി ഓർ മാക്സിമം കപ്പാസിറ്റി, ഇഫക്റ്റീവ് കപ്പാസിറ്റി ഓർ ദെൻ തേർഡ് വൺ ഈസ് ആക്ച്വൽ കപ്പാസിറ്റി. ഇത് മൂന്നും നിങ്ങൾക്കറിയാം. ഇനി നമ്മളോട് പറയുന്ന ഈ കപ്പാസിറ്റി നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുക? 2 മെത്തേഡ്സ്, ഔട്ട്പുട്ടും ഇൻപുട്ടും. ഇത് നമ്മൾ പഠിച്ചു. ഇത് രണ്ടും എല്ലായ്പ്പോഴും നമുക്ക് ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ 2 മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് എഫിഷ്യൻസി മെത്തേഡും സെക്കൻഡ് വൺ ഈസ് യൂട്ടിലൈസേഷൻ മെത്തേഡും.
ഈ എഫിഷ്യൻസി മെത്തേഡ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എങ്ങനെയാണ് ഇത് എഫിഷ്യൻ്റ് ആണോ എന്നാണ് നോക്കേണ്ടത്. വളരെ എഫിഷ്യൻ്റായിട്ട് നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് കഴിഞ്ഞോ, അതിൻ്റെ എഫിഷ്യൻസി എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാനാണെങ്കിൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ആക്ച്വൽ ഡിവൈഡഡ് ബൈ ഇഫക്റ്റീവ് കപ്പാസിറ്റി. കണ്ടേ, ഇഫക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 90 ആണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇഫക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഫുൾ എടുക്കില്ലേ നമ്മൾ, അതിൻ്റെ 90 മാത്രമേ നമ്മൾ ഇഫക്റ്റീവ് കപ്പാസിറ്റി, 100ൽ 90 ആണെങ്കിൽ 90 ആണ് അവിടെ ഇഫക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇഫക്റ്റീവ് കപ്പാസിറ്റി. എന്നാൽ യൂട്ടിലൈസേഷൻ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ, യൂട്ടിലൈസേഷൻ മെഷർ ചെയ്യുകയാണെങ്കിൽ ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഡിസൈൻ കപ്പാസിറ്റി. അപ്പോൾ കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആദ്യം പറയുന്ന പോയിന്റിൽ ആദ്യം പറഞ്ഞിരിക്കുന്നതിൽ 100 യൂണിറ്റ് നമ്മുടെ ഡിസൈൻ കപ്പാസിറ്റി ആണെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റി എത്രയായിരുന്നു? 90 യൂണിറ്റാണ് ഇഫക്റ്റീവ് കപ്പാസിറ്റി അല്ലേ. അങ്ങനെയാണെങ്കിൽ അവിടെ എഫിഷ്യൻസി മനസ്സിലാക്കാനായിട്ട് കമ്പയർ ചെയ്യുന്ന 2 പോയിൻ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ഇഫക്റ്റീവ് കപ്പാസിറ്റി. എഫിഷ്യൻസി മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഫോർമുല ഇപ്പോൾ തന്നെ പഠിക്കുക, എന്താണെന്ന് മനസ്സിലാക്കുക. എന്താണ്? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ആക്ച്വൽ ഔട്ട്പുട്ട്. ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ 90 അതിൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റി എങ്കിൽ നമ്മൾ 80 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ദെൻ അവിടെ നമ്മൾ എഫിഷ്യൻസി മനസ്സിലാക്കി എങ്ങനെയാണ്? 80 ഡിവൈഡഡ് ബൈ 90 ഇൻറ്റു 100. ഇത്രയേ ഉള്ളൂ, 80 ഡിവൈഡഡ് ബൈ 90 ഇൻറ്റു 100. അതല്ല നമ്മൾ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷനാണ് പഠിക്കുന്നതെങ്കിലോ, യൂട്ടിലൈസേഷൻ ഈസ് ഈക്വൽ ടു ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഡിസൈൻ കപ്പാസിറ്റി. ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും 80 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ ഡിസൈൻ കപ്പാസിറ്റി 100 ആണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താ പറയുക? ദെൻ ആക്ച്വൽ കപ്പാസിറ്റി 80 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഈ പോയിന്റിലാണെങ്കിൽ, ഫസ്റ്റ് പോയിന്റിലാണെങ്കിൽ ദറ്റ് ഈസ് ആക്ച്വൽ ഔട്ട്പുട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണെങ്കിൽ 80 ആണ്. 80 ഡിവൈഡഡ് ബൈ 90 എന്നുള്ള ഫോർമുല ഉപയോഗിക്കാം. ഇവിടെയാണെങ്കിൽ 80 ഡിവൈഡഡ് ബൈ 100 എന്നുള്ള ഫോർമുല ഉപയോഗിക്കാം. അപ്പോൾ യൂട്ടിലൈസേഷൻ മനസ്സിലാക്കണമെങ്കിൽ ദെൻ അവിടെ ഏത് ഉപയോഗിക്കും? ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഡിസൈൻ കപ്പാസിറ്റി. ദെൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊരു ചെറിയ രീതിയിൽ അത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദറ്റ് ഈസ് ഡിസൈൻ കപ്പാസിറ്റി ഈസ് 50 പെർ ഡേ അല്ലേ. എക്സാമ്പിൾ പറയുന്നത് ഡിസൈൻ കപ്പാസിറ്റിയിൽ 50 പെർ ഡേ നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്തത്. അപ്പോൾ 50 പെർ ഡേ എന്ന് പറയുമ്പോൾ ഒരു ദിവസം അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം കപ്പാസിറ്റിയാണ് നമ്മളെന്ത് പറയുന്നത്? ഡിസൈൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഡിസൈൻ കപ്പാസിറ്റി 50 പെർ ഡേ. ഇഫക്റ്റീവ് കപ്പാസിറ്റി എത്രയാണ്? ഇഫക്റ്റീവ് എന്നാൽ അത്രമാത്രം നമുക്ക് ഇഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇഫക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അതിനേക്കാളും 10% കുറവായിരിക്കും എന്ന് പറയുന്ന പോലെ ദെൻ 50യേക്കാളും കുറവായിരിക്കും അവിടെ എന്ത്? ഇഫക്റ്റീവ് കപ്പാസിറ്റി. ദറ്റ് ഈസ് 40 പെർ ഡേ. കണ്ടോ? 40 പെർ ഡേ. അപ്പോൾ ആദ്യം പറഞ്ഞത് 50 പെർ ഡേ, സെക്കൻഡ് വൺ പറയുന്നത് ദാറ്റ് ഈസ് 40 പെർ ഡേ. ദെൻ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ആക്ച്വൽ ഔട്ട്പുട്ട് സാധാരണ അതിനേക്കാളും കുറവായിരിക്കും. ആക്ച്വൽ ഔട്ട്പുട്ട് ദാറ്റ് ഈസ് 36 ട്രക്സ് പെർ ഡേ. ഇവിടെ പ്രൊഡ്യൂസ് ഡിസൈൻ കപ്പാസിറ്റി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഡിസൈൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം കപ്പാസിറ്റി. ഒരു സ്ഥാപനത്തിന് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാവുന്ന കപ്പാസിറ്റിയാണ് ഡിസൈൻ കപ്പാസിറ്റി. അതിനേക്കാളും കുറവായിരിക്കും അവിടെ എന്ത്? ഇഫക്റ്റീവ് കപ്പാസിറ്റി. ഇഫക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 40 പെർ ഡേ. ദെൻ ആക്ച്വൽ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 36 പെർ ഡേ. അതായത് ഒരു ട്രക്ക് മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ ഡിഫറെൻറ്റ് കപ്പാസിറ്റീസാണ് തന്നിരിക്കുന്നത്. ദെൻ ഇത് വെച്ചിട്ട് ആ സ്ഥാപനത്തിൻ്റെ എഫിഷ്യൻസി മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ എഫിഷ്യൻസി മനസ്സിലാക്കണമെങ്കിൽ എന്താ ചെയ്യുക? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇഫക്റ്റീവ് കപ്പാസിറ്റി. അപ്പോൾ ഈ എക്സാമ്പിളിൽ എഫിഷ്യൻസി നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുക? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു, കണ്ടോ? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു, എഫിഷ്യൻസി മനസ്സിലാക്കണം. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ആക്ച്വൽ ഔട്ട്പുട്ട്. ഇവിടെ ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ്? 36. ആക്ച്വൽ ഔട്ട്പുട്ട് 36 ട്രക്സ് പെർ ഡേ എന്ന് പറയുന്നു. 36 ഡിവൈഡഡ് ബൈ ഇഫക്റ്റീവ് കപ്പാസിറ്റി ദാറ്റ് ഈസ് 40 ഇൻറ്റു 100. ദാറ്റ് ഈസ് 90% ആണ് അവിടെ. 90% ആണ് അവിടുത്തെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 90% ആണ്. നെക്സ്റ്റ് പറയുന്നത് എന്താ? നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ യൂട്ടിലൈസേഷൻ, എത്രമാത്രം കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ യൂട്ടിലൈസേഷൻ കപ്പാസിറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ യൂട്ടിലൈസേഷൻ ഈസ് ഈക്വൽ ടു, യൂട്ടിലൈസേഷൻ മനസ്സിലാക്കുകയാണെങ്കിൽ യൂട്ടിലൈസേഷൻ ഈസ് ഈക്വൽ ടു എന്താ നമ്മൾ പഠിച്ചിരിക്കുന്ന ആക്ച്വൽ ഡിവൈഡഡ് ബൈ മാക്സിമം കപ്പാസിറ്റി ഓർ ഡിസൈൻ കപ്പാസിറ്റി. അപ്പോൾ യൂട്ടിലൈസേഷനിൽ
ദറ്റ് ഈസ് യൂട്ടിലൈസേഷൻ ഈസ് ഈക്വൽ ടു ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 36 ഡിവൈഡഡ് ബൈ അവരുടെ മാക്സിമം കപ്പാസിറ്റി എത്രയാണ്? ദറ്റ് ഈസ് ഡിസൈൻ കപ്പാസിറ്റി തന്നിരിക്കുന്നത് 50 ആണ്. 36 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100. ദറ്റ് ഈസ് എത്ര ആൻസർ വന്നിരിക്കുന്നത്? ദറ്റ് ഈസ് 72%. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ എന്തൊക്കെ വാട്ട് ഈസ് മെൻ ബൈ മെഷേഴ്സ് പറഞ്ഞു. ആ മെഷർമെൻറ്റിൽ ദറ്റ് ഈസ് വാട്ട് ഈസ് മെൻ ബൈ മെഷർമെൻറ്റ് പറഞ്ഞു. അതുപോലെ തന്നെ കപ്പാസിറ്റി മെഷർമെൻറ്റ് പറഞ്ഞു. കപ്പാസിറ്റി മെഷർമെൻറ്റിൽ 2 തരത്തിലാണെന്നൊക്കെ പറഞ്ഞു. ഇനി തന്നെ അതിലൊരു ചെറിയൊരു പോയിൻ്റ് ഉണ്ട്. ദറ്റ് ഈസ് വാട്ട് ഈസ് മെൻ ബൈ കപ്പാസിറ്റി കുഷൻ എന്ന് പറയുന്നൊരു ടേം ഉണ്ട്. കപ്പാസിറ്റി കുഷൻ, വാട്ട് ഈസ് മെൻ ബൈ കപ്പാസിറ്റി കുഷൻ, അതായത് എത്രയാണ് അതിൻ്റെ റിസർവ് എന്നുള്ളതാണ്. കപ്പാസിറ്റി കുഷനിലെ ദറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ എമൗണ്ട്. കപ്പാസിറ്റി കുഷൻ മീൻസ് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ദ റിസർവ്ഡ് കപ്പാസിറ്റി ദറ്റ് എ ഫേം മെയിൻറ്റെയിൻസ് ടു ഹാൻഡിൽ സഡൻ ഇൻക്രീസ് ഓർ ഡിമാൻഡ് ഓർ ടെമ്പററി ലോസസ് ഓഫ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി. അതായത് ഇപ്പോൾ നമ്മൾ എത്രയാണോ ഇപ്പോൾ ദറ്റ് ഈസ് കപ്പാസിറ്റി കുഷൻ ഈസ് ഈക്വൽ ടു 1 മൈനസ് യൂട്ടിലൈസേഷൻ. 1 മൈനസ് യൂട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് കപ്പാസിറ്റി കുഷൻ ഈസ് ഈക്വൽ ടു 1 മൈനസ്, ഇങ്ങനെ തന്നെ ഫോർമുല എഴുതി വയ്ക്കുക. എന്ന് പറയുമ്പോൾ കപ്പാസിറ്റി കുഷൻ ഈസ് ഈക്വൽ ടു 1 മൈനസ് യൂട്ടിലൈസേഷൻ. 1 മൈനസ് കപ്പാസിറ്റി കുഷൻ ഈസ് ഈക്വൽ ടു 1 മൈനസ് യൂട്ടിലൈസേഷനാണ്. 1 മൈനസ് യൂട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ കപ്പാസിറ്റി കുഷൻ ഈസ് ഈക്വൽ ടു 1 മൈനസ് യൂട്ടിലൈസേഷൻ. 1 മൈനസ് യൂട്ടിലൈസേഷനാണ്. ദറ്റ് ഈസ് 1 മൈനസ് യൂട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് നമുക്ക് എത്ര പെർസെൻറ്റേജ് കപ്പാസിറ്റിയാണ്? 100% ആണ് കപ്പാസിറ്റി. അതിൽ കപ്പാസിറ്റി കുഷൻ ഈസ് ഈക്വൽ ടു 1 മൈനസ് യൂട്ടിലൈസേഷൻ. ഇവിടെ യൂട്ടിലൈസേഷൻ എത്രയേ ഉള്ളൂ? 72% ആണ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 28%ഉം അവിടെ എന്താണ്? ആ 28%ഉം നമുക്ക് എന്താ ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളിൽ കപ്പാസിറ്റി കുഷൻ ഈസ് ഈക്വൽ ടു 1 മൈനസ് യൂട്ടിലൈസേഷൻ. ദറ്റ് ഈസ് 1 മൈനസ് 72. ദറ്റ് ഈസ് 28%ഉം അവിടെ എന്താണ്? കപ്പാസിറ്റി കുഷനാണ്. ക്ലിയർ ആയാ? 28% അവിടെ പറയുന്നത് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് റിസർവ്ഡ് കപ്പാസിറ്റി. It is the amount of reserved capacity that a firm maintains to handle sudden increase in demand or temporary loss of production capacity. Then next topic is what are the importance of capacity decision. ഡിസിഷനിലെ എന്തൊക്കെയാണ്? ഇത്ര മാത്രം നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് കപ്പാസിറ്റി ഡിസിഷൻ. ഫസ്റ്റ് വൺ ഈസ് മീറ്റ് ഫ്യൂച്ചർ ഡിമാൻഡ്. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിങ്ങളത് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് ഈസ് മീറ്റ് ഫ്യൂച്ചർ ഡിമാൻഡ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ നന്നായിട്ട് ഒരു സ്ഥാപനത്തിനെ മാക്സിമം ഓഫർ ചെയ്യാൻ പറ്റാവുന്ന കപ്പാസിറ്റി ആണല്ലോ നമ്മൾ പറയുന്നത്. ഫേംസിൻ്റെ കാപ്പബിലിറ്റി ആണല്ലോ നമ്മൾ എന്ത് പറയുന്നത്? കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറയും. ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടർക്ക് ഒരു ദിവസം എത്ര പേഷ്യൻസിനെ നോക്കാനായിട്ട് കഴിയും എന്ന് നമ്മൾ തീരുമാനിക്കുക. ദറ്റ് ഈസ് എ കപ്പാസിറ്റി പ്ലാനിങ്. 1 മണിക്കൂർ കൊണ്ട് എത്ര പേഷ്യൻസിനെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ തീരുമാനിക്കുമ്പോൾ തന്നെയാണ് കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ കപ്പാസിറ്റി പ്ലാൻ ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ദറ്റ് ഈസ് വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് കപ്പാസിറ്റി ഡിസിഷൻ. ആ ഡിസിഷൻസിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് മീറ്റ് ഫ്യൂച്ചർ ഡിമാൻഡ്. That is, capacity decisions have a real impact on the ability of the organization to meet future demand or product and services. Capacity essentially limit in the rate of output possible. അവിടെ പറയുന്ന പോയിന്റ് എന്താ? മീറ്റ് ഫ്യൂച്ചർ ഡിമാൻഡ്. കപ്പാസിറ്റി ഡിസിഷൻസ് ഹാവ് എ റിയൽ ഇമ്പാക്റ്റ് ഓൺ ദ എബിലിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ ടു മീറ്റ് ഫ്യൂച്ചർ ഡിമാൻഡ് ഫോർ പ്രോഡക്റ്റ് ഓർ സർവീസസ്. അവർ ഓഫർ ചെയ്യുന്ന പ്രോഡക്റ്റുകളോ സർവീസസോ പ്രൊവൈഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിലും ഡിമാൻഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഡിമാൻഡ് എങ്ങനെ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ മീറ്റ് ഫ്യൂച്ചർ ഡിമാൻഡ്. കപ്പാസിറ്റി ഡിസിഷൻസ് ഹാവ് എ റിയൽ ഇമ്പാക്റ്റ് ഓൺ ദ എബിലിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ ടു മീറ്റ് ഫ്യൂച്ചർ ഡിമാൻഡ് ഫോർ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ്. നമുക്ക് കസ്റ്റമേഴ്സിനെ
ഇപ്പം നമ്മൾ ഇത്ര കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി നമുക്ക് എത്രമാത്രം കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ മീറ്റ് ഫ്യൂച്ചർ ഡിമാൻഡ്, that is capacity decisions have a real impact on the ability of the organization to meet future demand for product and services. then അവിടെ ഫസ്റ്റ് പോയിന്റ് അപ്പോൾ നമ്മൾ പറയുന്നത് നിങ്ങൾ നോക്കുക, ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക. ഫസ്റ്റ് പോയിന്റ് ഈസ് മീറ്റ് ഫ്യൂച്ചർ ഡിമാൻഡ്. സെക്കൻഡ് വൺ ഈസ് മിനിമൈസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. മിനിമൈസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. കാരണം വെൽ പ്ലാൻഡ് ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും ഇല്ലേ. അപ്പോൾ അതോടുകൂടി നമുക്ക് മിനിമൈസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കപ്പാസിറ്റി ഡിസിഷൻസ് അഫക്റ്റ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. Company can minimize operating cost when capacity and demand requirement will be matched. In practice, this is not always happen because actual demand either differ from expected demand or trends to vary. In such a cases, a decision might be made to attempt to balance the cost over the under the capacity. അപ്പോൾ then അവിടെ രണ്ട് പോയിന്റ്സ് ആണ് പറയുന്നതിൽ. ഫസ്റ്റ് വൺ ഈസ് meet the future demand. then ഇവിടെ ദറ്റ് ഈസ് കപ്പാസിറ്റി ഡിസ്റ്റൻസിലെ ഇമ്പോർട്ടൻസ് കണ്ടോ. ആ ഇമ്പോർട്ടൻസ് നോക്കുമ്പോൾ ഫസ്റ്റ് പോയിൻ്റ് ഇമ്പോർട്ടൻസിലെ ഫസ്റ്റ് പോയിൻ്റ് എന്താ പറഞ്ഞാൽ മീറ്റ് ഫ്യൂച്ചർ ഡിമാൻഡ്. മീറ്റ് ഫ്യൂച്ചർ ഡിമാൻഡ്, ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാവുന്ന ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് പോയിന്റ് ഈസ് മിനിമൈസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. മിനിമൈസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. മീറ്റ് ഫ്യൂച്ചർ ഡിമാൻഡ്, മിനിമൈസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് എന്നുള്ളതിൽ that is capacity is usually a major determinant of initial cost. The greater the capacity of productive unit, greater will be its cost. This does not necessarily mean that cost increase proportionately. Larger units tend to cost proportionately less than similar units. That is determination of cost. Cost തീരുമാനിക്കാനായിട്ട് സാധിക്കുന്നു. Capacity is usually a major demand of initial cost. അല്ലേ, കോസ്റ്റ് കണക്കാക്കുന്നതിൽ ഇനീഷ്യൽ കോസ്റ്റ് കണക്കാക്കുന്നതിൽ വളരെ വലിയ ഒരു ഡിറ്റർമിനൻ്റ് ആണ് ഇത് കോസ്റ്റ് എന്ന് പറയുന്നത്. കപ്പാസിറ്റി ഈസ് യൂഷ്വലി എ മേജർ ഡിറ്റർമിനൻ്റ് ഓഫ് ഇനീഷ്യൽ കോസ്റ്റ്. ദ ഗ്രേറ്റർ ദി കപ്പാസിറ്റി ഓഫ് പ്രൊഡക്റ്റീവ് യൂണിറ്റ്, ദ ഗ്രേറ്റർ വിൽ ബി ദ കോസ്റ്റ്. ദിസ് ഡസ് നോട്ട് നെസസറിലി മീൻ ദാറ്റ് കോസ്റ്റ് ഇൻക്രീസസ് പ്രൊപ്പോർഷനേറ്റ്ലി. ലാർജർ യൂണിറ്റ് ടെൻഡ് ടു കോസ്റ്റ് പ്രൊപ്പോർഷനേറ്റ്ലി ലെസ് ദാൻ സ്മോളർ യൂണിറ്റ്. ദ നെക്സ്റ്റ് വൺ ഈസ് ലെസ് ഫ്ലെക്സിബിൾ. ഫ്ലെക്സിബിലിറ്റി ഇത്തിരി കൂടെ കുറവാണ്. കാരണം എന്താ? ഫ്ലെക്സിബിലിറ്റി കുറയാനുള്ള കാരണം എന്താ? ഇഫക്റ്റീവ് കപ്പാസിറ്റി അതേപോലെ തന്നെ ആക്ച്വൽ കപ്പാസിറ്റി ഒക്കെയാണ് ഏതിന് കാരണം? കോസ്റ്റ് കുറയാനുണ്ടാകുന്ന കാരണം. അവർ ലെസ് ഫ്ലെക്സിബിൾ കപ്പാസിറ്റി ഡിസ്റ്റൻസ് ഓഫൺ ഇൻവോൾവ് ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് ഓഫ് റിസോഴ്സസ് ആൻഡ് ദ ഫാക്ട് ദാറ്റ് once they are implemented it may be difficult or impossible to modify those decisions without incurring major losses. Fifth one is competitiveness. Fifth one is competitiveness. Competitiveness means capacity distance can affect competitiveness. If a firm has excess capacity or can quickly able to add additional capacity, help prevent the entry of other firms in the field. തീർച്ചയായിട്ടും ആ ഫേമിൻ്റെ ഒരു മാക്സിമം കപ്പാസിറ്റി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയാം. ദെൻ അവിടെ കോമ്പറ്റീറ്റീവ്നെസ് എന്ന് പറയാം. ദറ്റ് ഈസ് കപ്പാസിറ്റി ഡിസിഷൻസ് ക്യാൻ അഫക്റ്റ് കോമ്പറ്റീറ്റീവ്നെസ്. എ ഫേം ഹാസ് എക്സസ് കപ്പാസിറ്റി ഓർ can quickly able to add additional capacity, help prevent the entry of other firms in the field. അതായത് ആ ഫേമിൻ്റെ മാക്സിമം കപ്പാസിറ്റി മനസ്സിലാക്കാനായിട്ട് സാധിക്കണമെങ്കിൽ
ആ ഫേമിൻ്റെ മാക്സിമം കോമ്പറ്റീറ്റീവ്നെസ്, അതായത് മാക്സിമം കപ്പാസിറ്റി നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളോട് ഏതെങ്കിലും രീതിയിൽ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിപ്പോൾ ഒരു 90 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 72 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, മാക്സിമം ഒന്നുകൂടെ പ്രൊഡ്യൂസ് ചെയ്യാം. കാരണം എന്താണ്, ഇങ്ങനെ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിമാൻഡും സപ്ലൈയും ഈക്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഡിമാൻഡും സപ്ലൈ ഈക്വലൈസ് ചെയ്യുമ്പോൾ എൻട്രി ഓഫ് കോമ്പറ്റീറ്റേഴ്സ്, അതായത് അതിലേക്ക് വരുന്ന കോമ്പറ്റീറ്റേഴ്സ് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഈസി മാനേജ്മെൻറ്റ്. ഈസി മാനേജ്മെൻറ്റിലെ കപ്പാസിറ്റി അഫക്ട് ദ ഈസ് ഓഫ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. കപ്പാസിറ്റി അഫക്ട് ദ ഈസ് ഓഫ് മാനേജ്മെൻറ്റ്. ഹാവിങ് അപ്രോപ്രിയേറ്റ് കപ്പാസിറ്റി മേക്സ് മാനേജ്മെൻറ്റ് ഈസിയർ ദെൻ വെൽ കപ്പാസിറ്റി ഈസ് മിസ്മാച്ച്ഡ്. കണ്ടോ? അപ്പം നമ്മൾ പറയുന്നത് എന്താ, ഇമ്പോർട്ടൻസ് ഓഫ് കപ്പാസിറ്റി ഡിസിഷനിൽ ഇങ്ങനെ ഇഫക്റ്റീവ് കപ്പാസിറ്റി എന്താണ്, ഇതൊക്കെ തീരുമാനിക്കാനായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ഓഫ് കപ്പാസിറ്റി ഡിസിഷൻസ് എടുക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്. ഫസ്റ്റ് വൺ ഈസ് മീറ്റ് ഫ്യൂച്ചർ ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. മിനിമൈസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് എത്രമാത്രം ഉണ്ടെന്ന് തീരുമാനിക്കാനായിട്ട് സാധിക്കുന്നു. ലെസ് ഫ്ലെക്സിബിൾ, ദെൻ ഫ്ലെക്സിബിലിറ്റി ഇല്ല എന്ന് പറയുന്നൊരു പോയിൻ്റ്. കോമ്പറ്റീറ്റീവ്നെസ്, ടു ഓവർകം ദ കോമ്പറ്റീറ്റേഴ്സ്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവരോട് എതിരിടാനായിട്ട് സാധിക്കുന്നു. ഈസ് മാനേജ്മെൻറ്റ്, ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ്. ഇത്രയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് വായിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ദെൻ അവിടെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, what is meant by capacity? That is, capacity is the amount of goods that a firm is capable of producing or providing service over a specified period of time. ഒരു പർട്ടിക്കുലർ ടൈം കൊണ്ട് എത്രമാത്രം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ എത്രമാത്രം സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, കപ്പാസിറ്റി എന്ന് പറയുന്നത്. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, that is, capacity is the amount of goods that a firm is capable of producing or providing services over a specified period of time. മനസ്സിലായല്ലോ എല്ലാവർക്കും? കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫേമിനെ എത്രമാത്രം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, എത്രമാത്രം സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്ന് തീരുമാനിക്കുന്നതിനെയാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റി? 3 കപ്പാസിറ്റീസ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ദെൻ ഫസ്റ്റ് വൺ ഈസ് ഡിസൈൻ കപ്പാസിറ്റി ഓർ മാക്സിമം കപ്പാസിറ്റി. രണ്ടാമത് പറഞ്ഞത് എന്താ, ദറ്റ് ഈസ് ഇഫക്റ്റീവ് കപ്പാസിറ്റി. ഇഫക്റ്റീവായിട്ടുള്ള അതിനെയാണ് നമ്മൾ ഇഫക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. മൂന്നാമത് പറയുന്ന പോയിൻ്റാണ് നമ്മൾ ദറ്റ് ഈസ് ഇഫക്റ്റീവ് കപ്പാസിറ്റി. തേർഡ് പോയിൻ്റ് ഈസ് ആക്ച്വൽ കപ്പാസിറ്റി. ഇത് മൂന്നും അറിയാലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ എന്താ പഠിച്ചത്, ഡിറ്റർമിനൻസ് ഓഫ് ഇഫക്റ്റീവ് കപ്പാസിറ്റിയും അതുപോലെ തന്നെ ആക്ച്വൽ കപ്പാസിറ്റിയും ഒക്കെ പഠിച്ചു. അതിനുശേഷം മെഷർമെൻറ്റ് ഓഫ് കപ്പാസിറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിരിക്കുന്നത്. മെഷർമെൻറ്റ് ഓഫ് കപ്പാസിറ്റിയിൽ ഔട്ട്പുട്ട് മെഷർമെൻറ്റ് ഉണ്ട്, അതേസമയം ഇൻപുട്ട് മെഷർമെൻറ്റും ഉണ്ട്. ഔട്ട്പുട്ട് മെഷർമെൻറ്റ് ആൻഡ് ഇൻപുട്ട് മെഷർമെൻറ്റ്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് കപ്പാസിറ്റി ഡിസിഷൻ. ദെൻ അതിൽ തന്നെ എന്താണ് എഫിഷ്യൻസി, എന്താണ് യൂട്ടിലൈസേഷൻ. ലാസ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് കപ്പാസിറ്റി ഡിസിഷൻ, മീറ്റ് ഫ്യൂച്ചർ ഡിമാൻഡ്, minimize operating cost, determination of cost, less flexible, competitiveness and easy management. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കൊക്കെ വളരെ വൃത്തിയായിട്ട് വായിക്കുക. ക്ലാസ് എടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റുകൾ മാത്രം കുറിച്ച് വയ്ക്കുക. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, പഠിക്കാം. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻട്രാക്ഷൻ പീരീഡിൽ ചോദിക്കാം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഓക്കെ, താങ്ക് യു ആൾ.